ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. എങ്കിലും എല്ലാ ഉത്സവ നാളുകളിലും വിശേഷിച്ച് ഉത്സവ നാളുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളടക്കം ജനങ്ങൾക്ക് നല്ല തോതിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഇത്തവണയും ക്രിസ്മസിന് കുറച്ച് വൈകിയാണെങ്കിലും ക്രിസ്മസ് ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് ഇന്നിപ്പോൾ ചന്ത തുടങ്ങുകയുണ്ടായി. സപ്ലയർമാർക്ക് നൽകാനുള്ള കുടിശ്ശിക ഒരു പ്രശ്നമാണ്. അതെല്ലാം ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇന്നലെ ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 7 ഉൽപ്പന്നമാണ് ഉദ്ഘാടന സമയത്തുണ്ടായിരുന്നത്. ഞാനത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. പത്രക്കാരും മാധ്യമങ്ങളല്ലാതെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 12 ഉൽപ്പന്നങ്ങൾക്ക് വർക്ക് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ രാവിലെ തൃശ്ശൂര് ഉദ്ഘാടന സമയത്ത് 5 സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് എത്തിയത്. ബാക്കി ഉൽപ്പന്നങ്ങൾ ഓൺ ദ വേ ആണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരും. എന്നാൽ സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ എത്രയോ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കേരളത്തിൽ കൊടുക്കുന്ന കേന്ദ്രമാണ് സപ്ലൈകോ. ഓഫറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്കുണ്ട്, വില കുറച്ചു കൊടുക്കുന്നതടക്കം. അപ്പൊ അത് ആളുകളെ ബോധ്യപ്പെടുത്തി ആളുകളെ ആ നിലയിൽ അവർക്ക് കുറച്ച് സമയം കഴിഞ്ഞായാലും ഇതെല്ലാം ലഭ്യമാകുമെന്നുള്ള കാര്യം ആ നിലയിൽ സംഘാടകർക്ക് കഴിഞ്ഞില്ല. 2, അതിനകത്ത് തൃശൂർ സംഭവിച്ചത് ഉൽപ്പന്നങ്ങളുടെ ഈ കുറവല്ല. ആ പന്തൽ അവര് ഇത്തവണ ചന്ത ആരംഭിക്കാൻ തീരുമാനിച്ച് സാധാരണ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. എന്നാൽ ഇത്തവണ അവിടെ ആ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ സ്ഥലം വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോൾ ഉണ്ടായ ചില അസൗകര്യങ്ങളുണ്ട്. ഭയങ്കര വെയിലായിരുന്നു. ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോൾ അവർക്ക് സാധനവും ലഭ്യമാകാത്ത അവസ്ഥ വന്നു. വെയിലും കൂടെ വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രയാസം ഉണ്ടായത്. എന്തായാലും വൈകുന്നേരം ത്തോടുകൂടി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചന്ത തുടങ്ങിയ സ്ഥലങ്ങളിലാണെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലാണെങ്കിലും പരമാവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ, സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി എല്ലായിടത്തുമുണ്ട്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ പരമാവധി ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഇല്ല, 12 എത്തിക്കാൻ കഴിയുള്ളൂ. അത് പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മൾ ഇതെല്ലാം യാഥാർത്ഥ്യബോധത്തോടെ കാണണം. സ്വകാര്യ സ്ഥാപനമല്ല. പൊതുമേഖലാ സ്ഥാപനത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് വാങ്ങാൻ കഴിയൂ. അപ്പൊ ടെൻഡർ നടപടികളിൽ സഹകരിക്കാത്ത ഒരു നിലപാട് പഞ്ചസാര വ്യാപാരികൾ എടുത്താൽ പിന്നെ അത് പുറത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വിൽക്കാൻ കഴിയില്ല. അപ്പൊ അത് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പഞ്ചസാര വരുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി 12 ഉൽപ്പന്നങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും പരമാവധി ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ആളുകൾക്ക് അറിയാലോ. ഇതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞത്? അതൊക്കെ ഇത് ഈ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്താ, 5% ആളുകൾ പോലും ഇത്തരം സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നില്ല എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറയുന്ന ആളുകളല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ വിതരണം നടക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 56 ലക്ഷം കുടുംബങ്ങൾ അരി വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 87 ലക്ഷം പേർ വാങ്ങുന്ന വിനിമയം നടക്കുന്ന ഒരു ഔട്ട്ലെറ്റും സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളും ഇത്രയധികം ഒരു മാസം വന്നു പോകുന്ന ഒരു കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ അത് വളരെ വഷളാക്കാൻ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള നിലപാട് ഒട്ടും ഗുണകരമല്ല. 86 ലക്ഷം ആളുകൾ ഒരു മാസം പൊതുവിതരണ കേന്ദ്രത്തിൽ വരികയും സാധനങ്ങൾ വാങ്ങാനും തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതിന്റെ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണോ? അതുപോലെ സപ്ലൈകോയിൽ 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ആളുകൾ എല്ലാ മാസവും സപ്ലൈകോയിലെ കടകളെ ആശ്രയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ കുറച്ച് വൈകിപ്പോയാൽ അതോടുകൂടി എല്ലാം തകർന്നുപോയി എന്ന് പ്രചരിപ്പിക്കുന്ന രീതി ശരിയല്ല. അത് അല്പം വൈകിപ്പോയാൽ അത് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. അവർക്ക് വാങ്ങാനുള്ള സൗകര്യം കിട്ടും. ഇത്രയധികം വില കുറച്ച് കൊടുക്കുന്ന ഒരു കേന്ദ്രം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയധികം വില കുറച്ച് സൗജന്യ നിരക്കിലേക്ക് ഈ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ഇടതുപക്ഷ വീടുകളല്ല അവർ മാത്രമല്ല അത് വാങ്ങുന്നത്. എല്ലാ കുടുംബങ്ങളെയും ഉദ്ദേശിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ നിലയിൽ ഉത്സവ നാളുകളിൽ മാർക്കറ്റിലെ വിലവർദ്ധനവ് ബാധിക്കാതിരിക്കാൻ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്.
സപ്ലൈകോയ്ക്ക് ഇപ്പോൾ ധനപരമായി കുറച്ച് പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ്. ശരി, ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. നിസ ചോദിക്കുന്നത് സപ്ലൈകോയിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. സബ്സിഡി സാധനങ്ങൾ 13 എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ ഇന്ന് വിവാദമുണ്ടായിടത്ത് 5 സബ്സിഡി സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കിയുള്ളവ ഇന്ന് വൈകിട്ടോടെ അവിടെ എത്തും എന്നുള്ള ഉറപ്പ് കൂടി ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നൽകുന്നുണ്ട്.